Want to make your own music? Learn music production, recording, mixing and mastering online from the comfort of your home. Contact us for more details. ഹലോ പറയടി. നീ ഇന്ന് വർക്ക് ഫ്രം ഹോം ആണോ? അതെ, വർക്ക് ഫ്രം ഹോം. എന്തായാലും അമ്മയ്ക്ക് എങ്ങനെയുണ്ട് ഇപ്പോൾ? എടാ, ഡോക്ടർ നാളെ തന്നെ സർജറി ചെയ്യണമെന്നാ പറയുന്നേ. ഞാൻ എന്തായാലും എൻ്റെ സ്വർണം പണയം വെച്ചിട്ടുണ്ട്. ബാക്കി ഒരു 20,000 കൂടെ വേണം. നീ എങ്ങനെയും അത് ഒപ്പിക്കാൻ നോക്ക്. കിട്ടിയില്ലേ പറ, നമുക്ക് ചേട്ടനോട് ഇനി ചോദിക്കാം. വളയനോടൊന്ന് ചോദിക്കാൻ നിൽക്കണ്ട. 20,000 അല്ല, ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിച്ചോളാം. നീ ഡോക്ടറോട് പ്രൊസീഡ് ചെയ്യാൻ പറഞ്ഞോ? ഹലോ, ഗുഡ് മോർണിംഗ് മാം. ഹലോ. മാം, ഞാൻ മലപ്പുറം ഫിനാൻസിൽ നിന്നാണ് വിളിക്കുന്നത്. മാമിന് ഒരു പേഴ്സണൽ ലോണിന് എലിജിബിലിറ്റി ഉണ്ട്. അപ്പോൾ മാമിന് അത് താല്പര്യമുണ്ടോ? ഹലോ, ഞാൻ കുറച്ച് ബിസിയാണ്. എൻ്റെ ഹോസ്പിറ്റലിലാണ്. ഐ ആം നോട്ട് ലുക്കിംഗ് ഫോർ എനി ലോൺസ്. താങ്ക് യു. ഓക്കെ മാം, എന്തെങ്കിലും ഹോസ്പിറ്റൽ എമർജൻസി ആണെങ്കിൽ നമുക്ക് മെഡിക്കൽ ലോൺ ഉണ്ട്. അത് അവൈൽ ചെയ്യാൻ താല്പര്യമുണ്ടോ? ഐ ടോൾഡ് യു ഐ ആം നോട്ട് ലുക്കിംഗ് ഫോർ എനി ലോൺ. താങ്ക് യു. ഐ ആം ബിസി നൗ. ഓക്കെ മാം, എപ്പോഴാണ് ഫ്രീ ആണെന്ന് പറഞ്ഞാൽ ഞാൻ അപ്പോൾ വിളിക്കാം. എക്സ്ക്യൂസ് മീ, നിങ്ങൾക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? മനുഷ്യനെ ശല്യം ചെയ്യുന്നതിനൊരു പരിധിയുണ്ട്. നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലേ ഞാൻ ഹോസ്പിറ്റലിലാണെന്ന്. എന്നിട്ട് നിങ്ങൾ ശല്യം ചെയ്തോണ്ടിരിക്കുക. നിങ്ങൾക്കൊന്നും ഒരു മനസാക്ഷിയില്ലേ? സോറി മാം, എൻ്റെ അമ്മ ഹോസ്പിറ്റലിലായിരുന്നു. എൻ്റെ ഒരു ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അതിൻ്റെ പ്രഷറിൽ ഞാൻ സംസാരിച്ചു പോയതാണ്. സോറി മാം. ഓക്കെ, സോറി. ആരാണ് ഹോസ്പിറ്റലിൽ പറഞ്ഞത്? എൻ്റെ അമ്മയാണ്. തനിക്ക് പൈസ വല്ലതും ആവശ്യമുണ്ടോ? എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ട്. ഐ ക്യാൻ ഹെൽപ്പ് യു. ഇറ്റ്സ് ഓക്കെ മാം, ഐ ക്യാൻ ഹാൻഡിൽ ഇറ്റ്. പൈസയ്ക്ക് വേണ്ടിയല്ലേ താൻ ടാർഗറ്റ് മുട്ടിക്കാൻ നോക്കുന്നത്? എത്രയാണ് വേണ്ടെന്ന് പറയൂ. എനിക്കൊരു 20,000 വേണ്ടി വരും. എൻ്റെ ഓഫീസ് നമ്പർ തരാം. നിങ്ങൾ അവരെ ഒന്ന് ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു. ഇല്ല മാം, ഇറ്റ്സ് ഓക്കെ, ഐ ക്യാൻ ഹാൻഡിൽ ഇറ്റ്. മാം, ഹലോ മാം. ഹലോ, ഗുഡ് മോർണിംഗ്. ഹലോ. ലാസ്റ്റ് ദിവസം ക്യാഷ് അയച്ചിട്ടുണ്ടായിരുന്നില്ലേ? അതെ. ഓക്കെ. അമ്മയുടെ സർജറി കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ ഓക്കെ ആണ്. താങ്ക് യു വെരി മച്ച്. ഇറ്റ്സ് ഓക്കെ. ഇപ്പം എങ്ങനെയുണ്ട് അമ്മയ്ക്ക്? ഇപ്പോൾ കുഴപ്പമില്ല. ഡോക്ടർ പറഞ്ഞത് ഒരു 2 ദിവസം കൂടെ റെസ്റ്റ് വേണമെന്നാണ് പറഞ്ഞത്. ആണോ? ഓക്കെ ഓക്കെ. ഇപ്പം എത്ര വർഷം അവിടെ വർക്ക് ചെയ്യുന്നു? ഞാൻ ഏകദേശം ഒരു 5 years ആയിട്ട് അവിടെ തന്നെ വർക്ക് ചെയ്യുന്നത്. ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് കിട്ടിയപ്പോൾ കയറിയതാ. പിന്നെ മാറാനൊന്നും ടൈം കിട്ടിയിട്ടില്ല. ഞാൻ ഏത് കോളേജായിരുന്നു? ഞാൻ SNGC എറണാകുളം. SNGC ആണോ? ഏത് ബാച്ചാ? ഞാൻ അവിടെ തന്നെ പഠിച്ചേ. ഞാൻ 2015 ബാച്ചായിരുന്നു. പേരെന്തായിരുന്നു? നോറ എന്ന പേര് കേട്ടിട്ടില്ലല്ലോ. തന്റെ പേരെന്തായിരുന്നു? എൻ്റെ പേര് കൃഷ്. പാട്ടൊക്കെ പാടുന്ന കൃഷ് ആണോ? അതെ അതന്നെ. എനിക്കറിയാം. കോളേജിലെ സ്റ്റേജ് പ്രോഗ്രാമിലേക്ക് കണ്ടിട്ടുണ്ട്. എന്റെ ക്ലാസ്സിൽ ഒരുപാട് ഫാൻസ് ഉണ്ടായിരുന്നു കൃഷിന്. എനിക്ക് വയ്യ. ഞാനത് എക്സ്പെക്ട് ചെയ്തല്ല താനായിരിക്കും. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോ. എന്നെ അറിയില്ലല്ലോ. ഒരു സ്ട്രേഞ്ചറായിട്ട് പോലും എന്തുകൊണ്ടാ പൈസ അയച്ചേ? അത് പിന്നെ താൻ പറയുന്ന കേട്ടപ്പോ ജെന്യൂൻ ആയിട്ട് തോന്നി. ഇതുപോലുള്ള സിറ്റുവേഷൻസിലൂടെ ഞാനും കടന്നുപോയിട്ടുള്ളത്. ഓക്കെ. അതെ, എനിക്കൊരു പാട്ട് പാടിത്തരാം. എവിടെ? ഈ നടുറോട്ടി വെച്ചിട്ടോ? അയ്യോ സോറി, ഞാൻ മറന്നുപോയി. உலகை மறந்து விட்டேன் நானும் என்னை மறக்கவே உன் கையில் நானும் எந்தன் கைகள் கோர்த்து செல்லும் வழி இன்னும் தொடர்ந்திட
என்னை மறக்கவே. விழிகளை பார்த்து ஒரு முறை நீயும் நண்பா எனக்குள் நுழைந்தாய். கண்களில் விழுந்து நீயும் காதல் காட்டு. ஒரு நொடியே நீயும் எல்லா வாழ்க்கை இன்று வேண்டாம். என் கூட நீயும் வாழ வேண்டும் அன்பே. நேற்று நீயும் நானும் சேர்ந்திருந்தோம். இன்றென் இதயம் தூக்கி நீயும் சென்றாய். நீயும் இல்லா என்று நானும் என்ன செய்வேன் சொல்லிவிடு. നമ്മളിങ്ങനെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നാൽ മാത്രം മതിയോ? നേരിട്ടൊന്ന് മീറ്റ് ചെയ്യണ്ടേ? താൻ നാളെ ഫ്രീ ആണോ? என் தோளில் நீயும் சாய்ந்து விழுகிற பொழுது உலகை மறந்து விட்டேன் நானும் என்னை மறக்கவே. ഹലോ, ആ ഹലോ. എന്ത് ചെയ്യാ? ബിസിയാണോ? ഇല്ല, ഞാൻ വർക്കില്ല. അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആ പറയ്. അതെ, എൻ്റെ വീട്ടില് കല്യാണം ആലോചിക്കാൻ തുടങ്ങി. നാളെ അച്ഛനെ കണ്ടൊന്ന് സംസാരിക്കാവോ? നാളെ ആ, നാളെ തന്നെ. എനിക്ക് നിൻ്റെ പപ്പനെ ഇപ്പോൾ ഒന്ന് കാണാൻ പറ്റും തോന്നുന്നില്ല. എന്തു പറ്റി? നമ്മളുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഭയങ്കര ഡിഫറെൻ്റ് ആണെന്ന് തോന്നുന്നു. അത് കാരണം അപ്പൊ ഇത്രയും കാലം നിനക്കത് അറിഞ്ഞില്ലേ? അറിയാം, പക്ഷേ എനിക്കെന്തോ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പൊ ഇത്രയും കാലം നീ എന്നെ ചീറ്റ് ചെയ്യായിരുന്നോ? സി, അങ്ങനൊന്നും അല്ല, ഞാൻ പറയട്ടെ. ഹലോ ഹലോ ഹലോ. ഓ, ഭയങ്കര ദേഷ്യത്തിലാണല്ലോ. ഹായ്. എന്താ അർജൻറ്റായിട്ട് കാണുമെന്ന് പറഞ്ഞേ? വേഗം പറ, എനിക്ക് വർക്കുണ്ട്. എനിക്കൊരു MNCയിൽ മാനേജറായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. ശരിക്കും? അപ്പോൾ നമ്മൾ തമ്മിലുള്ള ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഒരു 2-3 മാസം കഴിയുമ്പോൾ സിമിലർ ആവും. അപ്പം എങ്ങനെ, അച്ഛനെ മീറ്റ് ചെയ്യണ്ടേ?